ഹലോ മലയാളി മക്കളെ, വണക്കം. സത്യം പറഞ്ഞ എക്സ് കണ്ടസ്റ്റൻസിന് മൊത്തം വാണിംഗ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അതായത് പുറത്തുള്ള കാര്യങ്ങൾ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ട് തന്നെയാണ്. അതായത് അവരത് വെച്ച് കളിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ടാസ്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പേഴ്സണലി അവരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ ആ കോൺഫിഡൻസ് ലെവൽ തകർക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ അത് അവർക്കൊരു വിനയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് എല്ലാവർക്കും വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഒട്ടുമിക്ക പേർക്കും വാണിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം, ചുരുക്കി പറയാം കേട്ടോ. അപ്പം ഫാറ്റ്മാൻ, അതായത് നമ്മുടെ രവീന്ദ്രൻ റയാനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരാൾ വോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ ആ സ്ഥാനത്തേക്ക് കയറുമെന്നൊക്കെ മുത്തുവിനോട് പറയുകയാണ്. വോക്കൗട്ട് ചെയ്യുക, പിന്നെ വേറൊരാൾ പൈസ എടുത്തുകൊണ്ട് പോവുക, പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീ പൊസിഷനിലേക്ക് കയറും, ഇല്ലെങ്കിൽ നീ ആ മൂന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ആദ്യമേ മുത്തുവിനെ ഒരു മൈൻഡ് വാഷ് ചെയ്യുകയാണ്, ഒരു ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. അത് കഴിയുമ്പോൾ ദീപക് അരുണിനോടും ജാക്ലിനോടും പറയുകയാണ്, നമ്മളെ കുഴപ്പാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മളെ കുഴപ്പി വിടാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്, നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവരെ അങ്ങ് കുഴപ്പി വിട്ടാലോ, അതെങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നാ സൊല്ലേ, ഓൾറെഡി അവരെ കുഴപ്പിയിരിക്കുകയാണ്, എന്നിട്ട് നമ്മുടെ അടുത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് അവർക്ക് പോലും അറിയത്തില്ല, പിന്നെ നമ്മളെന്ത് കുഴപ്പാനാണെന്ന് ജാക്ലിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേമ്പോൾ ഫാറ്റ്മാൻ വന്നിട്ട് നമ്മളെ റയാനോട് സംസാരിക്കുകയാണ് കേട്ടോ. അതായത് റയാനോ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുകയാണ്. പെട്ടി എടുത്തുകൊണ്ട് പോയാലും നീ ഫൈനലിസ്റ്റാണ്, അപ്പോൾ ഉടനെ റയാൻ TTF വിൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫൈനലിസ്റ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. എടി, നീ പെട്ടി എടുത്തുകൊണ്ട് പോലെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, പെട്ടി എടുത്തുകൊണ്ട് പോയാലും നീ ഫൈനലിസ്റ്റാണ്, പക്ഷേ അങ്ങനെ എടുത്തുകൊണ്ടൊന്ന് വെളിയിൽ പോയി നോക്ക്, തമിഴ്നാടേ നീ നിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് പിടി നീർപ്പെന്ന് പറയാം. നിൻ്റെ കൂട്ടത്തിലുള്ള ഇപ്പോൾ അരുണും പവിത്രയൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ബാങ്ക് ബാലൻസ് ഒത്തിരി ഉണ്ടെന്നേ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊന്നും ആവശ്യമില്ല, പക്ഷെ നിനക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പം നീ എടുത്തിട്ട് പോകണമെന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ നീ പോകണമെന്ന് ഞാൻ പറയുന്നതല്ല, ഞാനൊരു ഓപ്ഷൻ പറയുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കരമാണ് കേട്ടോ നമ്മുടെ ഫാറ്റ്മാന്. അത് കഴിയുമ്പോഴത്തേക്കും റിയയോടും വർഷനോടും നമ്മുടെ ഫാറ്റ് മെമ്പറാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇവിടുന്ന് വോക്കൗട്ട് ആയി പോകണം. അതേപോലെ ഉദ്ദേശിക്കുന്ന ആൾ അതേപോലെ അത് പെട്ടി എടുത്തുകൊണ്ട് പോകണം. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് തകർക്കുക, അവരുടെ ആ കോൺഫിഡൻസ് തകർക്കുക, പിന്നെ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഇവർ വെളിയിൽ പോകണം. ഇത് രണ്ടുമാണ് നമ്മുടെ ഉദ്ദേശം. അത് നല്ല രീതിയിൽ നടത്തണം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ കൺഫെഷൻ റൂമിലേക്ക് വരിക എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് വെളിയിലുള്ള ജനങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻ, വോട്ടിങ്ങിന് ആർക്കൊക്കെ വോട്ട് കൂടുതലാണ് കുറവാണ്, നമുക്ക് എപ്പിസോഡിലെല്ലാം ഫുള്ളും ഇടുന്നില്ലല്ലോ. അപ്പം ആർക്കാണ് വോട്ടിംഗ് കൂടുതൽ കുറവ്, ജനങ്ങളെ പറ്റി, അതിനെയൊക്കെ പറ്റി എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങളോട് ആദ്യമേ വീട്ടിലേക്ക് എൻട്രി ചെയ്തപ്പോഴേ പറഞ്ഞ് സംസാരിക്കാൻ പാടില്ല, പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടൊരു വാർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു, സംസാരിക്കാൻ പാടില്ല, പിന്നെ എന്തിനാണ് സംസാരിച്ചതെന്ന് പറഞ്ഞ് രവീന്ദ്രന് വാർണിംഗ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നന്നായിട്ട് ഗെയിം കളിക്കൂ, ഫണ്ണായിട്ട് കളിക്കൂ, ഇതൊന്നും പറയാതെ കളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പം സുനിതയും ദീപക്കും കൂടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുകയാണ്. അതായത് എല്ലാവരും ലിവിങ് ആയിട്ട് ഇരിക്കുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യ് നിന്ന് എക്സ് കണ്ടസ്റ്റൻ്റ്, നിങ്ങളെന്തോ ഞങ്ങളൊക്കെ ചെയ്തെന്തോ കാണിക്കാൻ വേണ്ടി വന്നതല്ലേ, ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളെന്നാ ചെയ്യാനാ, അല്ല നിങ്ങളെന്തോ ചെയ്ത് ഇവിടെ വന്നതല്ലേ, എന്താ ചെയ്ത് കാണിക്കാൻ വേണ്ടി വന്നില്ല, എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കൊണ്ട് സുനിത, അണ്ണാ നിങ്ങൾ സംസാരിക്കുന്ന വേർഡ്സൊക്കെ ഇച്ചിരി ഹാർഷാണ്, കുറച്ച് നിദാനമായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പടിയാ ഇருக்கு ആമണ്ണാ, അപ്പടിയതാ ഇருக்கு, അപ്പടി ഇരിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനും പെടാം. കാരണം ഒരു മനഃപൂർവ്വം ഒരു ആർഗ്യുമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് ഇങ്ങനെ ചത്ത വീട് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലോ ഇവർ കൊണ്ടുവന്നത്. അത് കഴിയുമ്പോൾ ടാസ്ക് തുടങ്ങണം. സത്യം പറഞ്ഞാൽ ഈ ടാസ്കൊക്കെ നമ്മൾ ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞ് ഒരു 2 വീക്സ് കഴിഞ്ഞ് തുടങ്ങേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. മേ ബി ഇപ്പോഴെന്താ വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ആടിയ ആട്ടം എന്നുള്ള ടാസ്ക്കാണ് വന്നിരിക്കുന്നത്. അതായത് ടോപ്പ് 8 വേഴ്സസ് ചാലഞ്ചിങ് 8 എന്നാണ്. അപ്പം ക്യാരക്ടർ റോളാണ്, ക്യാരക്ടറായിട്ട് മാറുക. അപ്പം നമുക്ക് പാട്ട് വരും, ആ പാട്ടിനനുസരിച്ച് പോയി ഡാൻസ് കളിക്കുക. പാട്ട് വരുന്നതിനനുസരിച്ച് ആർക്കാണോ പാട്ട് വരുന്നത് അത് ഡാൻസ് കളിക്കുക. ബസർ ടു ബസറാണ്, ബസർ തുടങ്ങുമ്പോൾ ആ ക്യാരക്ടർ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ റിയ വന്നിട്ട് റിവ്യ എന്നുള്ളത്, ദർശ വന്നിട്ട് ഖദീജ, അതായത് മറ്റേ ഖദീജ ഇതില്ലേ അതാണ് വന്നിരിക്കുന്നത്. പവിത്ര വന്നിട്ട് നീര, അതായത് നമ്മുടെ ദശാവതാരത്തിലെ അസിൻ്റെ ക്യാരക്ടർ. അതേപോലെ തന്നെ ജാക്ലിന് സോസിനി, അതായത് നമ്മുടെ ഹാസിനി എന്നുള്ള സന്തോഷ് സുബ്രഹ്മണ്യത്തിനകത്ത്. അതേപോലെ തന്നെ മുത്തുക്കുമാർ വന്നിട്ട് മറ്റേ നമ്മുടെ വിജയ് സേതുപതി സാറിനെയാണ്. അതേപോലെ റയാൻ വന്നിട്ട് നമ്മുടെ ചിമ്പുനെയാണ്. സൗന്ദര്യം വന്നിട്ട് ലക്ഷ്മി, അതായത് തൃഷയാണ് കാണിക്കുന്നത്. വർഷിന് വന്നിട്ട് സൂര്യവതി ദേവി, അതായത് നമ്മുടെ അനുഷ്ക.
അനുഷ്കയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ സുനിത വന്ന് കലങ്കി, അത് മറ്റേ നയൻതാര മേ ബി. പിന്നെ വിശാൽ വന്നിട്ട് നമ്മുടെ എന്താണ് മറ്റേ ധനുഷിനെ വന്നിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ അരുൺ വന്നിട്ട് സൂര്യയെ കാണിക്കുന്നുണ്ട്. ശിവകുമാർ വന്നിട്ട് അജിത്ത്, അതേപോലെ ദീപക് വന്നിട്ട് രജനീകാന്ത്, അർണവ് വന്നിട്ട് സൂര്യ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഫാറ്റ്മാൻ വന്നിട്ട് പാർത്ഥിബനെ, സാച്ചന വന്നിട്ട് നമ്മുടെ ഈ പടയപ്പയ്ക്കകത്ത് നീലാംബരി അതാണ് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാട്ട് വരുമ്പോഴത്തേക്ക് ആദ്യമേ സൗന്ദര്യക്ക് പാട്ട് വരുന്നുണ്ട്, ഫാറ്റ്മാന് പാട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം അരുൺ സൂപ്പറായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അരുൺ സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ഇത്രയും പേര് പിന്നെ പവിത്രൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പേരാണ്. അതോടുകൂടി ടാസ്ക് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, മുറയായിട്ട് നടക്കും. ഇതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് വർഷിനിക്ക്, റിയയ്ക്ക്, അതേപോലെ തന്നെ സാച്ചനയ്ക്ക്, ശിവകുമാറിന് വാണിംഗ് കിട്ടി. അതേ വെളിയത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, വാണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നടങ്കം ലീവ് വെച്ചിട്ടായിരുന്നു കേട്ടോ അവർക്ക് വാണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് സാച്ചന ഇച്ചിരി ഹാർഡാണെന്ന് ദീപകിനോട് പറയുന്നുണ്ട്. അതായത് ജെഫ്രി എൻ്റെ അനിയൻ തന്നെയാണ്, പക്ഷേ അവനെക്കുറിച്ച് എൻ്റെ അടുക്ക വന്ന് ഇത്ര ഹാർഡായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് പോയ ആളാണ്, വെളിയിൽ എന്ത് വേണമെങ്കിലും നടക്കാം, അതെന്തിനാണ് എന്നോട് വന്ന് പറയുന്നത്? മേ ബി നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് കാണാതിരിക്കാമല്ലോ, എന്നോട് വന്നിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ സാച്ചന ഇച്ചിരി ഓവറായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഈ വിശാലിൻ്റെ അടുക്കൽ ഇന്നലെ വന്ന് കുറേ ഓവറായിട്ട് ഡയലോഗ് അടിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്തിനാ? അതൊക്കെ അവരുടെ ഗെയിമാണ് അല്ലേ? അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഗെയിമുകളാണ്. അതിൽ നമുക്ക് പറയാനൊന്നുമില്ല. കുറച്ച് ഓവറായിട്ട് കാണിച്ചാൽ ഒന്നും സാച്ചന ഇതിനകത്ത് നിൽക്കാൻ പോകുന്നില്ല. അത് സാച്ചനയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിച്ചിട്ടുള്ളത്. ഈ ടാസ്ക് നാളെയും തുടങ്ങും. ആരാണ് നല്ല എൻ്റർടൈനർ എന്നത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ ടാസ്കിൻ്റെ ഉദ്ദേശം. അപ്പം നമുക്ക് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. നാളെ വല്ല അടിയും കൂടിയാൽ മതിയായിരുന്നു എന്നുള്ള നല്ല നമുക്കും ഒരു സുഖമുള്ളൂ അല്ലേ?